ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? കാരണം സമയം ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുവാണ്. എങ്കിലും നമുക്ക് സമയമായതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയെ അറിയുവാൻ, അങ്ങയെ അറിഞ്ഞ് കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാൻ, ആ സ്നേഹത്തിൽ അങ്ങയുമായി ഐക്യപ്പെടുവാൻ, ഞങ്ങളുടെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടവും അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടവുമാകുന്ന വിധം അങ്ങ് പിതാവുമായി ഒന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങയിൽ ഒന്നായിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈശോയെ ഈ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചത് അമ്മയാണ്. അമ്മയെപ്പോലെ ഈശോയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മ ഞങ്ങളുടെ കൈപിടിച്ച് ഈശോയുടെ അടുക്കിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. ലിയോ 14 മാർപ്പാപ്പയുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും നമ്മളുടെ ഈ ഗ്രൂപ്പിൽ ഇനിയും ചേരാനുള്ള എല്ലാ മക്കളുടെയും നിയോഗങ്ങളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളപ്പം മാനസാന്തരത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട്. ഈ ബുക്കിൻ്റെ 2ാം ഭാഗം എന്താണ് യഥാർത്ഥമായ മാനസാന്തരം ഉള്ള വിഷയത്തെക്കുറിച്ച്, എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം, മാനസാന്തരത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, അത്തരം വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിചിന്തനം ദീർഘിപ്പിക്കുന്നത് നമ്മളല്ല, പകാനിയച്ചൻ തന്നെ ഇത് ആഗ്രഹിച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾ മുകളിൽ കാണുന്നത് പകാനിയച്ചൻ്റെ ഒരു ഐക്കണാണ്. ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ വരച്ച ഐക്കൺ, എഴുതുക എന്നാണ് പറയുന്നത്, റൈറ്റിംഗ് ദ ഐക്കണാണ്, പകാനിയച്ചൻ്റെ ഐക്കണാണ് ഈ കാണുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് യഥാർത്ഥ മാനസാന്തരത്തിന്. അതായത് വെറുതെ പാപത്തെക്കുറിച്ച് വിഷമിക്കുക, വേദനിക്കുക, ചിന്തിക്കുക, മാപ്പ് പറയുക, അതിനേക്കാൾ ഉപരി മാനസാന്തരം എന്ന വാക്കിന് യഥാർത്ഥമായ അർത്ഥം എന്താണെന്ന് കണ്ടെത്തി തരാനായിട്ട് പകാനിയച്ചൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ 6ാമത്തെ അധ്യായത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആരെങ്കിലും 6ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്ന് വായിക്കുക. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത്? എല്ലാ ഇച്ഛാശക്തികളുടെയും എല്ലാ വികാരങ്ങളുടെയും സൃഷ്ടാവായ അത്യുന്നതൻ്റെ ഇച്ഛാശക്തിയും അനന്തമായ സ്നേഹവും മറ്റെല്ലാ വികാരങ്ങളെക്കാളും ഇച്ഛാശക്തിയെക്കാളും വളരെ ഉപരിയായിരിക്കണമെന്നതും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക, നമ്മുടെ സൃഷ്ടാവായ ദൈവം സ്നേഹിക്കുന്നതിനെയെല്ലാം സ്നേഹിക്കുക, അവിടുത്തെ പരിശുദ്ധമായ തിരുവിഷ്ടം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുക എന്നത് യഥാർത്ഥത്തിൽ നീതിയായിട്ടുള്ള കാര്യം മാത്രമാണ്. അങ്ങനെ ചെയ്യുക എന്നത് നീതിയും യുക്തവും മാത്രമല്ല, അത് ആനന്ദകരവുമാണ്. നമ്മുടെ ഇച്ഛാശക്തി ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയോട് ചേർക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവികവും സർവശക്തവും സമ്പൂർണവും നിത്യവുമാകുന്നു. നമ്മുടെ വികാരങ്ങൾ അവിടത്തോട് ചേർക്കുമ്പോൾ
അവ ദൈവികവും അനന്തവും അഗ്രാഹ്യവുമായ ഉപവിയായി തീരുന്നു. ഇത്തരത്തിൽ നമ്മിൽ ദൈവത്തിന് പ്രീതികരവും അവിടത്തേക്ക് യോഗ്യവുമായ ഒരു പ്രവൃത്തി നിറവേറപ്പെടുന്നു. മുൻപ് ദൈവത്തെ തള്ളിക്കളഞ്ഞ നമ്മുടെ ഇച്ഛാശക്തി അവിടുത്തെയും നമ്മെയും ഗൗരവമായി വേദനിപ്പിച്ചുവെങ്കിലും ഇപ്പോൾ അത് ദൈവത്തിൻ്റെതായി മാറുന്നു. അപ്പോൾ നമ്മൾ കേട്ടതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയത് ഇങ്ങനെ തന്നെയായിരുന്നു. അതായത് ദൈവമേ, അങ്ങയുമായി ഒന്നായിത്തീരുന്നത്, അതായത് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തോ അത് ചെയ്യുവാനായിട്ട്, അങ്ങ് എന്നിൽ സംപ്രീതിപ്പെടാനായിട്ട്, എന്നെ അങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ദാനമാക്കി തീർക്കാനുള്ള കൃപ തരണമേ. അത്തരം ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ പുതിയ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുന്നത്. ഇവിടെ പറയുന്നത് എല്ലാ ഇച്ഛാശക്തികളുടെയും എല്ലാ വികാരങ്ങളുടെയും സൃഷ്ടാവായ അത്യുന്നതൻ്റെ ഇച്ഛാശക്തിയും അനന്തമായ സ്നേഹവും മറ്റെല്ലാ വികാരങ്ങളെക്കാളും ഇച്ഛാശക്തികളെക്കാളും വളരെ ഉപരിയായിരിക്കണമെന്നതും, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക, നമ്മുടെ സൃഷ്ടാവായ ദൈവം സ്നേഹിക്കുന്നതിനെ എല്ലാം സ്നേഹിക്കുക, അവിടുത്തെ പരിശുദ്ധമായ തിരുവിഷ്ടം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുക. അപ്പം നമ്മൾ ഈ ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എങ്ങനെയെങ്കിലും നിറവേറ്റുക എന്നല്ല. അതിന് നമുക്ക് എടുക്കാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിലെ അമ്മയ്ക്ക് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യണം. അതായത് വീട്ടിൽ ഭർത്താവിനും മക്കൾക്കും മാതാപിതാക്കൾക്കും ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം റെഡിയാക്കണം. അപ്പോൾ ആ ഭക്ഷണം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി റെഡിയാക്കാം. അതായത് ഒരു ചോറും കറി ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഷ്ടിച്ച് തട്ടിക്കൂട്ടി റെഡിയാക്കാം. എന്നാൽ വേറൊരു രീതി കൂടെ ഉണ്ട്. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്തോ എങ്ങനെയോ ആ രീതിയിൽ അതിനു വേണ്ടി സമയമെടുത്ത് അവരുടെ മനസ്സറിഞ്ഞ് അവരെ പ്രീതിപ്പെടുത്തി, അതായത് ഭക്ഷണം പാകം ചെയ്യുന്നതിനോടൊപ്പം അവരോടുള്ള സ്നേഹം കൂടെ പ്രകടിപ്പിക്കാനായിട്ട് ആ ഭക്ഷണം ആസ്വദിക്കുമ്പോഴേക്കും അവർക്ക് ആ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാവുന്ന രീതിയിലും മനോഹരമായി മേശയൊക്കെ ഒരുക്കി അങ്ങനെയും ഭക്ഷണം ഒരുക്കാം. അതായത് രണ്ടും ഒരു കാര്യം. അതായത് ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്. അത് വേണമെങ്കിൽ ആ ഉത്തരവാദിത്തം തീർക്കാൻ വേണ്ടി ചെയ്യാം. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് അവരുടെ മനസ്സറിഞ്ഞ് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു മാധ്യമമായിട്ടും അത് ചെയ്യാം. ഇവിടെ പകാനീച്ചൻ പറയുന്നത് അങ്ങനെയാണ്. അതായത് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നമ്മുടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തിൻ്റെ ആ ഇച്ഛയ്ക്ക്, ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാൻ വേണ്ടി നമ്മെ തന്നെ, നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ ഇച്ഛാശക്തിയെയും നമ്മുടെ എല്ലാ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അതിലേക്ക് നമ്മെ ട്യൂൺ ചെയ്യുന്ന രീതിയിൽ, അതായത് അത് എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും തമ്മിൽ വ്യത്യാസം വരുന്നില്ല. ആ നീതിയും യുക്തവും എന്ന് ദൈവത്തിന് തോന്നുന്നത് തന്നെ എനിക്ക് അത് സർവ സ്നേഹത്തോടുകൂടെ സ്വാതന്ത്ര്യത്തോടുകൂടെ ചെയ്യാൻ പറ്റുക. അപ്പം അതാണ് ശരിക്കും ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് എൻ്റെ ഇഷ്ടമാവുന്നു, എൻ്റെ ഇഷ്ടം എന്താണോ അത് ദൈവത്തിൻ്റെ ഇഷ്ടം. അത് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റിയിട്ടല്ല, എൻ്റെ മനസ്സ് മാറ്റി ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർന്ന് നിന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും പറയുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇച്ഛാശക്തി ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയോട് ചേരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവികവും സർവശക്തവും സമ്പൂർണവും നിത്യവുമാവുന്നു. അതായത് ദൈവം പ്രപഞ്ചം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചപ്പോഴേക്കും ആ ഒരു വാക്കിൽ പ്രപഞ്ചം ഉണ്ടായി. അതുപോലെ തന്നെ എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേരുമ്പോഴേക്കും, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ എൻ്റെ ഇഷ്ടമാകുമ്പോഴേക്കും ആ ഇഷ്ടം സർവശക്തമായിട്ട് മാറുകയാണ്, അത് ദൈവികമായിട്ട് മാറുകയാണ്, അത് നടപ്പിലാകുക.
അത് ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പനിങ് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. അപ്പോൾ അത് നിത്യമാകുന്നു, സമ്പൂർണ്ണമാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം കൊണ്ട് അവിടെ വലിയൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. വീണ്ടും പറയുവാണ്, നമ്മുടെ വികാരങ്ങൾ അവിടത്തോട് ചേർക്കുമ്പോൾ അവ ദൈവികവും അനന്തവും അഗ്രാഹ്യവുമായ ഉപവിയായിത്തീരുന്നു എന്ന്. നമ്മുടെ വികാരങ്ങൾ നമുക്ക് ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്, നമ്മുടെ മനസ്സിൽ ഒരു എന്താണ് അങ്ങനെ ഒരുപാട് വികാരങ്ങളുണ്ട് നമുക്ക്. അപ്പം ഈ വികാരങ്ങൾ എല്ലാം, അതായത് അവിടെ എല്ലാം ആ ദൈവത്തിൻ്റെ ഉപവി ചേരുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നതാണ് കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 13-ാമത്തെ അധ്യായം. ഉപവി, സ്നേഹം എന്നാണ് നമ്മുടെ മലയാളം ബൈബിളിൽ പറയുന്നത്. പക്ഷെ ചാരിറ്റി അല്ലെങ്കിൽ കാരിത്ത എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ വാക്ക്. അതായത് സ്നേഹം എന്ന് പറയുമ്പോഴേക്കും അതിനേക്കാൾ ഉപരി ഉപവി എന്ന ഒരു പുണ്യം അതിൻ്റെ അകത്ത്. സ്നേഹം മാത്രമല്ല, സഹനമുണ്ട്, സ്വീകരിക്കലുണ്ട്, ഉൾക്കൊള്ളലുണ്ട്, മറക്കലുണ്ട്, പൊറുക്കലുണ്ട്, വീണ്ടെടുക്കലുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു നന്മയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ വികാരങ്ങൾ, ദൈവം സ്നേഹമാണെന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞില്ലേ, ആ ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മുടെ വികാരങ്ങളും നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റും. ഇത്തരത്തിൽ നമ്മിൽ ദൈവത്തിന് പ്രീതികരവും അവിടത്തേക്ക് യോഗ്യവുമായ ഒരു പ്രവൃത്തി നിറവേറപ്പെടുന്നു. അതായത് നമ്മൾ തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് ഇവിടെ ജീവിക്കുന്നു. ദൈവം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദൈവം അദൃശ്യനാണ്, ദൈവത്തിന് ശരീരമില്ല, അശരീരിയാണ്. പക്ഷെ ഞാൻ ദൈവത്തോട് ട്യൂൺ ചെയ്ത് ദൈവവുമായിട്ട് ഒന്നായി, ആ ട്യൂണിങ്ങിൽ നമ്മൾ റേഡിയോയൊക്കെ ട്യൂൺ ചെയ്യൂലേ ഏതെങ്കിലും ഒരു ചാനലിലേക്ക്. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആ ഇതിലേക്ക് എന്നെ തന്നെ ട്യൂൺ ചെയ്യുമ്പോഴേക്കും ഞാൻ ദൈവത്തിൻ്റെ ശരീരമായിത്തീരും, ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യമായിത്തീരും, ദൈവം എന്നിൽ പ്രീതിപ്പെടും, ദൈവത്തിന് പ്രീതികരമായ ഒരു പ്രവൃത്തിയായി എൻ്റെ ജീവിതം മാറും. അത് അങ്ങനെ ഇത് മാറുന്നത് മുൻപ് ദൈവത്തെ തള്ളിക്കളഞ്ഞ് നമ്മുടെ ഇച്ഛാശക്തി അവിടത്തെയും നമ്മയെയും ഗൗരവമായി വേദനിപ്പിച്ചെങ്കിലും ഇപ്പോൾ അത് ദൈവത്തിൻ്റെതായി മാറുന്നു. നേരത്തെ എന്തായിരുന്നു എന്നുള്ളതൊന്നും പ്രശ്നമില്ല, പക്ഷെ ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ് ശരിക്കും. നമുക്ക് അടുത്തത് കണ്ടിന്യൂ ചെയ്യാം. ആരെങ്കിലും വായിക്കുക. ഉപസംഗ്രഹം. നമ്മുടെ മാനസാന്തരത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ എല്ലാ പ്രവർത്തികളിലും നാം പ്രതിരോധിച്ച് മുന്നേറാനുള്ള എല്ലാ പ്രലോഭനങ്ങളിലും ദുശീലങ്ങളിലും നാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പുണ്യങ്ങളിലും ദൈവത്തിൻ്റെ തിരുവിഷ്ടം ഭൂമിയിൽ നിറവേറുവാനും അത് പൂർണ്ണമായും നമ്മിൽ നടപ്പിലാക്കാനും അങ്ങനെയല്ലാത്ത പ്രവർത്തികൾ സംഭവിക്കാതിരിക്കാനും ആയിരിക്കണം നമ്മുടെ ഏക ലക്ഷ്യം. അവിടുത്തെ തിരുവിഷ്ടത്തെ പൂർണ്ണമായും സ്വതന്ത്രമായും ആശ്ലേഷിച്ചുകൊണ്ട് അവിടുത്തെ രാജ്യത്തിൻ്റെ സമാധാനം നാം സ്വന്തമാക്കണം. അങ്ങനെ ദൈവഹിതത്തെയും അവിടുത്തെ മഹത്വത്തെയും സ്നേഹിക്കുവാനും ആഗ്രഹിക്കുവാനുമുള്ള ഒരു ഉറച്ച ശീലം നമ്മിൽ വളർത്തിയെടുക്കുകയും നമ്മുടെ ഇഷ്ടത്തെ പരിഗണിക്കാതെ അവഗണിക്കാൻ അത് സ്വയമേവ ചെയ്യാൻ പരിശീലിക്കണം. നമ്മുടെയും എല്ലാ മാലാഖമാരുടെയും ഇഷ്ടത്തേക്കാൾ ഉപരിയായി നാം ദൈവ ഇഷ്ടത്തെ കരുതുകയും വേണം. അപ്പം ഇവിടെ നമ്മൾ ഒന്നുകൂടെ ശരിക്കും യഥാർത്ഥത്തിൽ മാനസാന്തരത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറയുവാണ്. മാനസാന്തരത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഇതാണ്. അതായത് നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും നാം പ്രതിരോധിച്ച് മുന്നേറണം. അതായത് നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടപൊരുതലാണ്, ഒരു യുദ്ധമാണ്. മുന്നേറാനുള്ള എല്ലാ പ്രലോഭനങ്ങളിലും ദുശീലങ്ങളിലും നാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പുണ്യങ്ങളിലും ദൈവത്തിൻ്റെ തിരുവിഷ്ടം ഭൂമിയിൽ നിറവേറാനും അത് പൂർണ്ണമായും നമ്മിൽ നടപ്പിലാക്കുവാനും അങ്ങനെയല്ലാത്ത പ്രവൃത്തികൾ സംഭവിക്കാതിരിക്കാനുമായിരിക്കണം നമ്മുടെ ഏക ലക്ഷ്യം. അതായത്
ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമായിട്ട് നമ്മൾ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ഈ ഭഗവാനേശ്വരൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. അതായത് രണ്ടിഷ്ടമില്ല ഞാനും ദൈവത്തിൻ്റെയും ഇടക്ക്. എൻ്റെ ഇഷ്ടം തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെ എൻ്റെ ഇഷ്ടം. ഈശോ അതല്ലേ പറഞ്ഞത്, ഞാനും പിതാവും ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒന്നായിരിക്കുന്നു. ആ ഒരു ശരിക്കും യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ട് ഒന്നാകുന്നത് തന്നെയാണ്. അതായത് ദൈവം ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ ആഗ്രഹവും കൂടെയാണ്. ദൈവത്തിൻ്റെ സന്തോഷം എൻ്റെ സന്തോഷം. അപ്പോൾ നമ്മുടെ എല്ലാ പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതിനെതിരായിട്ട് നിൽക്കുന്നതിനെല്ലാം പറിച്ചു മാറ്റിക്കൊണ്ട്, അതിനെതിരായിട്ട് നിൽക്കുന്നതിനെല്ലാം ചുട്ട് ചാമ്പലാക്കിക്കൊണ്ട്, ദൈവത്തിൻ്റെ ഹിതത്തിന് വഴങ്ങാത്തതിനെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട്, ശുദ്ധിയാക്കിക്കൊണ്ട് അങ്ങനെ ദൈവവുമായിട്ട് ഐക്യപ്പെടുന്നതാണ്. അതാണ് യഥാർത്ഥ മാനസാന്തരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ തിരുവിഷ്ടത്തെ പൂർണ്ണമായും സ്വതന്ത്രമായും ആശ്ലേഷിച്ചുകൊണ്ട് അവിടുത്തെ രാജ്യത്തിൻ്റെ സമാധാനം നാം സ്വന്തമാക്കണം. അതായത് നമുക്ക് പലപ്പോഴും നമുക്ക് സമാധാനക്കേടുള്ളത് നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, അത് നടക്കുമോ, അതങ്ങനെ വരുമോ, ഇങ്ങനെ വരുമോ എന്നൊക്കെയുള്ള, അതാണ് നമ്മുടെ ആകുലതകൾ, അതാണ് നമ്മുടെ ദുഃഖങ്ങൾ, അതാണ് നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവുമായിട്ട് ഏകീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകുലതയില്ലല്ലോ, നമുക്ക് സമാധാനമല്ലേ. നമുക്കറിയാം അപ്പൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ, അപ്പൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന് എന്ത് ആകുലത, നാളെ ചോറ് വെക്കാനുണ്ടാവോ, നാളെ സ്കൂളിൽ അത് ചെയ്യാനുണ്ടാവും, ഇത് ഒന്നുമില്ല. ആ കുഞ്ഞിന് ഇനി അതല്ല വന്ന് വണ്ടി ഇടിക്കുമോ, അങ്ങനത്തെ ഒരു ചിന്തയില്ല ആ കുഞ്ഞിന്. കാരണം കുഞ്ഞിനറിയാം അപ്പൻ്റെ കയ്യിലാണ്, ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലാണ് താനിരിക്കുന്നതെന്ന്. അപ്പം ആ ഒരു അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല. ഈ സമാധാനം നമുക്ക് ഉണ്ടാകുന്നത് അതായത് നമ്മുടെ മനസ്സിലുള്ള ദൈവവുമായിട്ട് ചേരാത്തതിനെല്ലാം ദൈവത്തിൻ്റെ മനസ്സിനോട് മാറ്റിവെക്കുന്നതെല്ലാം നമ്മളിൽ നിന്ന് വേർപെടുത്തി നമ്മുടെ മനസ്സിനെ ദൈവത്തിൻ്റെ മനസ്സോട് ചേർത്ത് വയ്ക്കുമ്പോഴേക്കും ആ യഥാർത്ഥ മാനസാന്തരത്തിലാണ് നമ്മൾ ആ സമാധാനം, ദൈവം തരുന്ന ആ സമാധാനം ആശ്ലേഷിക്കാനും അതിൽ സ്വതന്ത്രമായി സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കാനും പറ്റുന്നത്. അപ്പം അങ്ങനെ ദൈവഹിതത്തെയും അവിടുത്തെ മഹത്വത്തെയും സ്നേഹിക്കുവാനും ആഗ്രഹിക്കുവാനുമുള്ള ഒരു ഉറച്ച ശീലം നമ്മിൽ വളർത്തിയെടുക്കുക. അതായത് നമ്മൾ നിരന്തരം ഈ ഒരു യുദ്ധത്തിലാണ്. അതായത് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മുടെ ഇഷ്ടത്തെ ചേർത്ത് വയ്ക്കുക. അങ്ങനെ അത് നമ്മൾ ചെയ്ത് അതൊരു ഉറച്ച ശീലത്തിലേക്ക് അത് തന്നെ നമ്മളത് ഫോം ചെയ്ത് അതൊരു ശീലമാകും നമുക്ക്. നമ്മുടെ ഇഷ്ടത്തെ പരിഗണിക്കാതെ അവഗണിക്കാൻ. അതായത് 1-2 പ്രാവശ്യമൊക്കെ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത് ചെയ്ത് നമ്മൾ പിന്നെ അത് ശീലമാകാതെ കർത്താവിൻ്റെ ഇഷ്ടം അത് മതി എനിക്ക്, അങ്ങനെ അത് ഒരു പരിശീലനത്തിലേക്ക് കടക്കാനായിട്ട് നമ്മുടെയും എല്ലാ മാലാഖമാരുടെയും ഇഷ്ടത്തെക്കാൾ ഉപരിയായി നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തെ കരുതുകയും വേണം. അതായത് എല്ലാ ഇഷ്ടത്തിനും ഉപരിയായിട്ട് ഈശോയുടെ ഇഷ്ടം അത് മാത്രമായിരിക്കും. ശരിക്കും മാനസാന്തരം എന്ന് പറയുമ്പോൾ പഗാനച്ചൻ ഉദ്ദേശിക്കുന്ന ഇതായിരുന്നു. അതായത് 2 മനസ്സില്ല ഇനി. അതായത് ഞാനിനി അങ്ങനെ ആകണം, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മനസ്സ് മാറ്റപ്പെട്ട് അതിനൊരു മാറ്റം ഉണ്ടായി ദൈവത്തിൻ്റെ മനസ്സോട് ഐക്യപ്പെടുക. അതാണ് പഗാനച്ചൻ മാനസാന്തരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ഭാഗം വായിക്കാം. മാനസാന്തരപ്പെടുന്നത് സമ്മാനത്തെക്കുറിച്ചുള്ള ആഗ്രഹത്താലോ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം മൂലമോ ആകരുത്. പാപത്തിൽ നിന്നും നന്മയിലേക്ക്, ദുർമാർഗത്തിൽ നിന്നും പുണ്യപൂർണമായ ജീവിതത്തിലേക്ക്, ഈ ലോകത്തിനോടും പിശാചിനോടുമുള്ള സൗഹൃദത്തിൽ നിന്നും അനുസരണത്തിൽ നിന്നും ദൈവത്തോടുള്ള അനുസരണത്തിലേക്കും സൗഹൃദത്തിലേക്കും നാം നമ്മെ തന്നെ മാനസാന്തരപ്പെടുത്തുന്നത്
പ്രധാനമായും ഒരു പ്രതിസമ്മാനത്തിനോ നിത്യശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ല, മറിച്ച് മഹാനന്മയായ നമ്മുടെ കർത്താവ് ഇவ்விധം വാഗ്ദാനത്തോടെ നമ്മെ ക്ഷണിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഒരു യഥാർത്ഥ മാനസാന്തരം പ്രാവർത്തികമാക്കുന്നതിലും നമ്മുടെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുന്നതിലും അവിടത്തോടുള്ള സ്നേഹത്തെ പ്രതി സൃഷ്ടികളോടുമുള്ള മറ്റെല്ലാ വ്രതസ്നേഹങ്ങളിലും ഉപേക്ഷിച്ചുകൊണ്ട് മുഴുവൻ ശക്തിയോടും സ്നേഹത്തോടും കൂടെ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിച്ചു വരുന്നതിൽ അപ്പൊ നമ്മള് ഇവിടെ പറയുവാണ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതാണ്, നമ്മൾ മാനസാന്തരപ്പെടേണ്ടത് ശിക്ഷയെക്കുറിച്ചുള്ള പേടി മൂലമോ അല്ലെങ്കിൽ സമ്മാനം കിട്ടുമെന്നുള്ള സന്തോഷം കൊണ്ടോ ആയിരിക്കരുതെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു ഫിഗർ ധൂർത്തപുത്രന്റെ തന്നെയാണ്. ധൂർത്തപുത്രന്റെ അല്ല, ആ പിതാവിന്റെ രണ്ട് മക്കള് ഉണ്ടായിരുന്ന ആ പിതാവ് തന്റെ സ്വത്ത് മകൻ ചോദിച്ചപ്പം വീതിച്ചു കൊടുത്ത്, മൂത്ത മകൻ അപ്പന്റെ കൂടെ തന്നെയുണ്ട്, ഇളയ മകൻ അതെല്ലാം ശേഖരിച്ച് പുറത്തുപോയി. പക്ഷെ ആ അപ്പന്റെ ആ സ്നേഹത്തിലേക്ക്, ആ ഔദാര്യത്തിലേക്ക്, ഭക്ഷണത്തിന് വേണ്ടിയല്ല, അതായത് വിശന്നപ്പോഴേക്കും ആണ് അപ്പനെ ഓർത്തത്. അത് ശരി, ഓക്കെ. ധൂർത്തപുത്രൻ അപ്പനെ കുറിച്ച് ഓർത്തത് അല്ലെങ്കിൽ ഭവനത്തെ കുറിച്ച് ഓർത്തത് ഇത് വന്നപ്പോഴാണ്, ക്ഷാമം വന്നപ്പോഴാണ്, ഒന്നും കിട്ടാതിരുന്നപ്പോഴാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ആ ക്ഷാമം അത് ഒരു കാരണമാക്കി പുത്രൻ നമ്മൾ തിരിച്ചു ചെല്ലേണ്ടത് എന്റെ അപ്പന്റെ, അതായത് ഭക്ഷണത്തിന് വേണ്ടി തിരിച്ചു ചെന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ തിരിച്ചു വരവില് കിട്ടിയ സ്വീകരണം കാരണം ആ മകൻ പൂർണ്ണമായും മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. കാരണം ആ മകൻ പ്രതീക്ഷിച്ചത്, കാരണം തനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി, ഇനി സ്വത്തൊന്നുമില്ല, തന്റെ ഭാഗം പൂർണ്ണമായിട്ടും എടുത്തുകൊണ്ടാണ് പോയത്. അപ്പൊ ഇനി മകനായിട്ട് അവിടെ ചെല്ലാൻ പറ്റൂല, പക്ഷെ ദാസനായിട്ട് അവിടെ നിൽക്കാന്ന് കരുതിയാണ് ആ മകൻ ചെല്ലുന്നത്. പക്ഷെ ആ മകനെ ദൂരെ വെച്ച് കണ്ടതേ പിതാവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച്, എന്നിട്ട് ദാസന്മാരോട് പറയണേണ്, നിങ്ങള് ഇവന്റെ കാലുകൾ നോക്ക്, ചെരുപ്പില്ല, ഇവന് ചെരുപ്പ് കൊണ്ടുപോവാ, ഇവന് നല്ല വസ്ത്രം കൊണ്ടുപോവാ, ഇവന് വേണ്ടിയിട്ട് വിരുന്നൊരുക്ക്. അതായത് എന്റെ മകൻ മൃതനായിരുന്നു, അവൻ തിരിച്ചു വന്നിരിക്കുന്നു. ആ ഒരു സ്നേഹത്തിലുള്ള തിരിച്ചുവരവ്, ആ തിരിച്ചുവരവിലാണ് ശരിക്കും, അതാണ് ഇവിടെ നമ്മളോട് പഗാനിയച്ചൻ പറയുന്നത് എന്താണ് മാനസാന്തരം എന്ന്. അതായത് പുത്രനായിട്ട് തന്നെ, അതായത് നമ്മൾ തെറ്റിപ്പോയി, നമ്മൾ കിട്ടേണ്ടതെല്ലാം മേടിച്ച് ആസ്വദിച്ച് ജീവിതം നശിപ്പിച്ച് കൊളവാക്കി ശിക്ഷയ്ക്ക് മാത്രം അർഹരായി തീർന്നു. പക്ഷെ നമ്മള് അത് കഴിഞ്ഞപ്പോഴേക്കും കർത്താവ് നമ്മുടെ തലയിൽ ഒരു ചെറിയ കല്ലെടുത്തിട്ടപ്പോഴേക്കും നമ്മൾ മുകളിൽ നോക്കി, അപ്പോഴാണ് അയ്യോ ദേ അപ്പനുണ്ടല്ലോ എന്ന് മനസ്സിലായത്. അപ്പോഴാണ് നമുക്ക് ദൈവചിന്ത വന്നത്. അങ്ങനെ ദൈവചിന്ത വന്ന് തിരിച്ചു ചെല്ലുമ്പോഴേക്കും നമ്മളെ സ്വീകരിക്കുന്നത് ദാസനായിട്ടോ അടിമയായിട്ടോ ഒന്നുമല്ല, നമ്മളെ ആ പുത്രത്വത്തിലേക്ക് വീണ്ടും നവ്യമായ സ്നേഹത്തോടെ, പുതിയ സ്നേഹത്തോടെ തിരിച്ചു പിടിക്കുന്ന പിതാവ്. ആ സ്നേഹത്തെ കുറിച്ച് ഓർത്ത് മാത്രമായിരിക്കണം നമ്മുടെ മാനസാന്തരം. അതായത് അപ്പന്റെ ആ ഔദാര്യത്തെ നമുക്ക് മറിച്ച് കവച്ചു വെക്കാൻ പറ്റൂല. ആ അപ്പന്റെ ഔദാര്യത്തെ നമുക്ക് കവച്ചു വെക്കാൻ പറ്റൂല. നമ്മുടെ ദൈവത്തിന്റെ ആ സ്നേഹത്തെ നമുക്ക് എങ്ങനെ ആ സ്നേഹത്തെ തോൽപ്പിക്കാൻ പറ്റും? കാരണം നിരന്തരം നമുക്ക് വേണ്ടി ഇനി ചെയ്യാൻ ബാക്കിയൊന്നും ഇല്ലാത്ത വിധം വീണ്ടും വീണ്ടും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യുമായിരുന്നു. പക്ഷെ അത്രയും മാക്സിമം ചെയ്ത് നമ്മൾ സ്നേഹിക്കുന്ന ആ പിതാവിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു ചെല്ലുക. അതായത് നമ്മളപ്പം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ആ ഒരു നമ്മുടെ മാനസാന്തരത്തിന്റെ യഥാർത്ഥമായ ചിത്രം, ആ പുത്രൻ, ധൂർത്തപുത്രൻ
തിരിച്ച് ചെല്ലുമ്പോഴേക്കും ആ കിട്ടുന്ന സ്നേഹത്തിൽ അനുഭവിച്ചുകൊണ്ട് പിതാവിന്റെ കാലില് കെട്ടിപ്പിടിച്ച് അതൊന്നും സമ്മതിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അവന് കരയാതിരിക്കാൻ പറ്റൂല. കാരണം അത്രയും സ്നേഹമാണ് ഈ അപ്പൻ തരുന്നത്. അത്രയും സ്നേഹമാണ് ഈ അപ്പം കാണിക്കുന്നത്. അപ്പൊ ഈ കാണിക്കുന്ന സ്നേഹത്തിന് അത് ശരിക്കും മാനസാന്തരവും അനുതാപവും പശ്ചാത്താപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ കണ്ണുനീരാണ്. അതായത് അപ്പന്റെ സ്നേഹത്തെ കുറിച്ച്, ആ സ്നേഹത്തെ മനസ്സിലാക്കാതെ പോയതിനെ കുറിച്ച്, ആ സ്നേഹത്തെ നിരാകരിച്ചതിന്, ആ സ്നേഹത്തോട് പുറംതിരിഞ്ഞു നിന്നതിന്, ആ സ്നേഹത്തോട് മല്ലടിച്ചതിനെ കുറിച്ചുള്ള ആ കണ്ണുനീരും അതിലേക്കുള്ള തിരിച്ചുവരലുമാണ് ശരിക്കും യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത്. ഇവിടെ മറ്റു വാക്കുകളിൽ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ശരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു ഇമേജിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാം സ്വീകരിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. കാരണം ആ അപ്പന്റെ ആ സ്നേഹത്തിന് നമുക്ക് ആ പുത്രനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഒന്നും പറയാൻ ഇല്ല. ആ അപ്പന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് വീണ് കരയ, വീണ്ടും വീണ്ടും ഓർക്കുമ്പോഴെല്ലാം ആ അപ്പനെ കുറിച്ചുള്ള സ്നേഹം മനസ്സിൽ നിറഞ്ഞു കവിയുന്ന ആ ഒരു ജീവിതമാണ് ശരിക്കും ധൂർത്തപുത്രന്റെ പിന്നീടുള്ള ജീവിതം. അതായിരിക്കണം, അത് തന്നെയാണ്, അത് നമ്മളെ വിളിച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു സ്നേഹത്തിലേക്കാണ്. കാരണം മാനസാന്തരപ്പെടുക എന്ന് ഈശോ ഇവിടെ പറയുമ്പോഴെല്ലാം ഈശോ ആഗ്രഹിക്കുന്ന ആ പിതാവിന്റെ സ്നേഹത്തിലേക്കുള്ള ഒരു തിരിച്ചുവരലാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഭാഗം ഒന്ന് വായിക്കൂ ആരെങ്കിലും. പൂർണ്ണ ഹൃദയത്തോടെ മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. നാം ദൈവത്തിലേക്ക് മാനസാന്തരപ്പെടേണ്ടതും അനുസരിക്കേണ്ടതും ശുശ്രൂഷ ചെയ്യേണ്ടതും ചെറിയ ആഗ്രഹം കൊണ്ടല്ല, നമ്മുടെ മുഴുവൻ ഹൃദയത്തോടെയാണ്. അവൻ ഉദ്ഘോഷിക്കുന്നു, മുഴുവൻ ഹൃദയത്തോടും കൂടെ നിങ്ങൾ എന്നിലേക്ക് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവിൻ. വീണ്ടും നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചു വരും. നാം അവിടുത്തെ നന്മയിലേക്ക് സ്നേഹത്തിൽ മാനസാന്തരപ്പെടേണ്ടത് അവിടുത്തെ മഹാ ഔദാര്യത്തെ പ്രതി മാത്രമല്ല, ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ പ്രതിയും അവിടുത്തെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താനുമാണ്. ആരെങ്കിലും സ്നേഹത്തോടെ സേവനം ചെയ്യുന്നത് അതിന് ഒരു വലിയ പ്രതിസമ്മാനം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ ഇവിടെ സമ്മാനം പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തിന് വേണ്ടി സ്നേഹത്തിൽ സേവനം ചെയ്യാം എന്ന കാര്യം തന്നെ ഒരു വലിയ സമ്മാനവും ജീവിതം മുഴുവൻ ലഭിക്കുന്ന വലിയ ഒരു ആദരവുമായി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ പറയുവാണ്, അതായത് ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് പകനേച്ചൻ പറയുകയാണ്, മുഴുവൻ ഹൃദയത്തോടും കൂടെ നിങ്ങൾ എന്നിലേക്ക് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവിൻ. നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ച അതിന്റെ 10 ഇരട്ടി സ്നേഹത്തോടെ തിരിച്ചു വരിക എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് വചനത്തില്. ഇവിടെ ഈ അവസാന സെന്റൻസിൽ എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ പറയുന്നുണ്ട്. നമ്മൾ സമ്മാനം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമ്മാനം ഒന്നുമല്ല. ശരിക്കും നമ്മളെ സംബന്ധിച്ച് എൻ്റെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് സേവനം ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു മഹത്വമായിട്ട്, അത് വലിയ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓണറായിട്ട്, ഒരു വലിയ സ്ഥാനമായിട്ട് സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടെ ഈശോയെ സേവിക്കാനായിട്ട് തിരിച്ചു വരിക. ആ ഒരൊറ്റ, അതായത് നമ്മൾ തിരിച്ചു വരണം, സമ്മാനം കിട്ടുമോ? സമ്മാനമൊന്നും അല്ല അവിടെ കാര്യം. എൻ്റെ ദൈവത്തിനെ സേവിക്കുക എന്ന് പറയുന്നത് അതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. അത് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഇവിടെ പകനേച്ച മാനസാന്തരത്തെ കുറിച്ച് വളരെ മനോഹരമായിട്ട് ആ ഒരു ദൈവത്തിന്റെ ഔദാര്യത്തിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കുമാണ് നമ്മുടെ മാനസാന്തരത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജോ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? ഇനി ഒരു അരമണിക്കൂർ കൂടി ഉണ്ട്. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, ആരെങ്കിലും വായിക്കുവോ അടുത്ത ഭാഗം? വായിച്ചോളൂ കേട്ടോ. 7-ാമത്തെ അധ്യായം. വായിക്കാവോ?
ഏഴാം തെറ്റായ അധ്യായം ഗുണങ്ങളുടെയും തെറ്റായ ഗുണങ്ങളുടെയും അവയുടെ ഫലങ്ങളുടെയും ത്യജിക്കൽ. ഫലപ്രദമായ പ്രായശ്ചിത്തം പരിശീലിക്കാൻ നമ്മുടെ കണ്ണുകളെ നേരായ നിയോഗങ്ങളിലേക്കും ലക്ഷ്യത്തിലേക്കും നയിച്ചാൽ മാത്രം പോരാ. ഒരു യഥാർത്ഥ അനുതാപിക്ക് ചേർന്ന വിധം യോഗ്യമായ പ്രായശ്ചിത്ത പ്രവർത്തികൾ കൂടി നിറവേറ്റണം. ബാക്കി വായിച്ചോ. ആന്തരികമായ പ്രവർത്തികൾ. എല്ലാറ്റിനും ഉപരിയായി താഴെ പറയുന്ന ആന്തരിക പ്രവർത്തികൾ നിറവേറ്റണം. അനുതാപിയുടെ പാപത്തോടുള്ള അവമതിയും വെറുപ്പും, ദൈവത്തോടുള്ള നന്ദികേടിനെ കുറിച്ചുള്ള അവജ്ഞയും എളിയ മനോഭാവവും, ദുർഗുണങ്ങളിൽ നിന്ന് ഓരോ ചെറിയ തെറ്റിനെ കുറിച്ചുമുള്ള ഇച്ഛാശക്തിയിലുള്ള വേർതിരിവ്, അനുവദനീയമായിട്ടുള്ളതെങ്കിലും പാപത്തിലേക്ക് നയിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നുള്ള അകൽച്ച പാലിക്കൽ, ഹൃദയം കൊണ്ട് ദൈവത്തിലേക്കുള്ള മാനസാന്തരവും അവിടുന്നുമായുള്ള ഐക്യവും സൃഷ്ടികളോടുള്ള ആഗ്രഹത്തിൽ നിന്നും മോചനം നേടുന്നതും എല്ലാ ആശ്രയവും സൃഷ്ടാവിൽ മാത്രം വയ്ക്കുന്നതും, ക്രിസ്തീയ പുണ്യങ്ങളോടുള്ള അഭിനിവേശവും അവയുടെ പരിശീലനവും. ഇത്തരം കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ ചെറിയ സമയങ്ങളിൽ പോലും പല പ്രാവശ്യം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഇവ എപ്പോഴും നിർവഹിക്കാനുള്ള ഒരു നല്ല ശീലവും അവ അനായാസം ചെയ്യാനും നാം പരിശീലിക്കപ്പെടും. അപ്പോൾ അവ ചെയ്യാതിരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടായി തീരും. ഏഴാമത്തെ അധ്യായം തെറ്റായ ഗുണങ്ങളെയും അവയുടെ ഫലങ്ങളെയും ത്യജിക്കൽ. തെറ്റായ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗുണങ്ങൾ. നമ്മൾ സാധാരണ പറയുന്ന ദുർഗുണങ്ങൾ എന്ന് പറയില്ലേ, നമുക്ക് കേരളത്തിൽ തന്നെ കുട്ടിക്കുറ്റവാളികളെ പരിശീലിപ്പിക്കുന്ന സ്ഥലത്ത് ദുർഗുണ പരിഹാര പാഠശാല എന്നാണ്. ദുർഗുണ പരിഹാര പാഠശാല. ദുർഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ഗുണങ്ങൾ. അപ്പൊ തെറ്റായ ഗുണങ്ങളെ പരിഹരിക്കുന്ന പാഠശാല. പക്ഷെ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ പോയി വരുമ്പോഴേക്കും അവർക്ക് അറിയാൻ പാടില്ലാത്ത ഗുണങ്ങൾ കൂടെ ദുർഗുണങ്ങൾ കൂടെ പഠിച്ചുകൊണ്ട് വരാറാണ് പതിവ്. നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ തെറ്റായ ഗുണങ്ങൾ അവിടെ ഫലങ്ങളുടെയും ത്യജിക്കൽ. ഫലപ്രദമായ പ്രായശ്ചിത്തം പരിശീലിക്കാൻ നമ്മുടെ കണ്ണുകളെ നേരായ നിയോഗത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് നയിച്ചാൽ മാത്രം പോരാ. അതായത് പൗരപ്പകാഴ്ച പറയാണ് ഫലപ്രദമായ പ്രായശ്ചിത്തം പരിശീലിക്കാൻ. അതായത് നമ്മൾ ചെയ്ത ഒരു പാപത്തിന്റെ പ്രായശ്ചിത്തം പരിഹാരം ചെയ്യാൻ നമുക്ക് പറ്റുമോ? നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു പാപത്തിന് പരിഹാരം ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. കാരണം മനുഷ്യന് പറ്റില്ല. കാരണം പാപം മുഴുവൻ ഈശോ ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ മുഴുവൻ ഈശോ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിനാൽ തന്നെ ഒരു പാപത്തിനും പരിഹാരം ചെയ്യാൻ മനുഷ്യന് പറ്റില്ല. ഒരു പാപത്തിനും, ഒരു ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഒരു പാപത്തിനും പരിഹാരം ചെയ്യാൻ മനുഷ്യന് പറ്റില്ല. പിന്നെ എന്താ പറ്റുന്നേ? നമുക്ക് ചെറിയ പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യാം. അത് നമ്മുടെ പാപത്തിന്റെയും ലോകം മുഴുവന്റെ പാപത്തിനും പ്രായശ്ചിത്തമായിട്ട് കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ചെയ്യുക, ചില പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യാം. ഇതാണ് ഇവിടെ പറയുന്നത്. ഫലപ്രദമായ പ്രായശ്ചിത്തം, ഫലപ്രദമായ രീതിയിൽ പ്രായശ്ചിത്തം പരിശീലിക്കാൻ നമ്മുടെ കണ്ണുകളെ നേരായ നിയോഗത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് നയിച്ചാൽ മാത്രം പോരാ. ഒരു യഥാർത്ഥ അനുതാപിക്ക് ചേർന്ന വിധം യോഗ്യമായ പ്രായശ്ചിത്ത പ്രവർത്തികൾ കൂടെ നിർവഹിക്കണം. അതായത് പാപത്തിന്റെ ഓപ്പോസിറ്റ് നന്മ. ഏത് പാപമാണ് നമ്മൾ ചെയ്തത്? വ്യഭിചാരമാണ് ചെയ്തെങ്കിൽ അതിന് ഓപ്പോസിറ്റ് നന്മ ചെയ്യണം. ഭ്രൂണഹത്യയാണ് ചെയ്തെങ്കിൽ അതിന് ഓപ്പോസിറ്റ് നന്മ ചെയ്യണം. നമ്മൾ ഏത് നുണയാണ് പറഞ്ഞെങ്കിൽ നമ്മൾ പിന്നെ സത്യം പറയാൻ പരിശീലിക്കണം. ഏതാണ് അതിന് ഓപ്പോസിറ്റ് നന്മ ചെയ്യണം. അതാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. വീണ്ടും ആന്തരികമായ പ്രവർത്തികൾ എല്ലാറ്റും താഴെ പറയുന്ന ആന്തരിക പ്രവർത്തികൾ നിറവേറ്റണം. അനുതാപിയുടെ പാപത്തോടുള്ള അവമതിയും വെറുപ്പും. ഒന്നാമത് പകാനിച്ചം പറയാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ആന്തരിക പ്രവർത്തികൾ ഒന്നാമത്തെയാണ് പാപത്തോടുള്ള അവമതിയും വെറുപ്പും. പൗലോസ് പറയുന്നില്ലേ, അവനെ പ്രതി ഞാൻ സർവ്വതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? വിസർജ്യാണ്. വിസർജ്യത്തെ ഉച്ഛിഷ്ടം എന്ന് വിളിക്കുന്നത്. അപ്പൊ അവനെ പ്രതി ഞാൻ സർവ്വതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. അപ്പൊ അനുതാപിയുടെ പാപത്തോടുള്ള എന്താണ്? അറപ്പും വെറുപ്പും. അവമതിയും എന്ന് പറയുന്നത് നമുക്ക് പച്ചന പറയണേ അറപ്പ്. എപ്പോഴും നമുക്ക് അറപ്പ് തോന്നുന്നേ? നമ്മൾ എന്തിനാ അറപ്പ് തോന്നുന്നത്? ഇപ്പൊ എക്സാമ്പിൾ അറപ്പ് തോന്നാൻ സാധ്യത. ഇപ്പൊ നമ്മുടെ വീട്ടിൽ മഴക്കാലത്ത് വരുന്ന ഒച്ച് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. ഒച്ച്. ഈ ഒച്ച് ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ നമുക്ക് അതിനെ ടച്ച് ചെയ്യാൻ പറ്റുമോ? നമുക്ക് തൊടാൻ പറ്റുമോ?
നമുക്ക് തൊടാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അതിനെയാണ് ഈ അറപ്പ് എന്ന് പറയുന്നത്. കാരണം ആ സാധനത്തെ തൊടാൻ നമുക്കൊരു അറപ്പുണ്ട്. അത് ഭയമല്ല, അത് പേടിയല്ല. അപ്പൊ അറപ്പ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ അവമതി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് ഒരിക്കലും ഭയമല്ല, പാപത്തോടുള്ള ഭയമല്ല. പിന്നെ എന്താ? അതിനോടുള്ള അറപ്പ്. എനിക്കറിയാം ഈ ഒച്ച എന്നെ ആക്രമിക്കൂല, പക്ഷെ അതിനെ തൊടാൻ പോകും. തവള അല്ലെ, തവള നമ്മളെ പിടിച്ച് കടിക്കില്ല നമുക്കറിയാം. പക്ഷെ തവളനെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവണേ? ഒരു അറപ്പ്. മണ്ണിരനെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് എന്താ ഒരു അതിന്റെ ആ ബോഡിയുടെ ഷേപ്പ്, അല്ലെങ്കിൽ ബോഡിയുടെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു അറപ്പ് തോന്നാറുണ്ട്. ഇതാണ് പാപത്തോട് ഉണ്ടാവേണ്ടത്. പേടിയല്ല, അറപ്പ്. പാപത്തോടുള്ള അറപ്പ്. ഈ അറപ്പിൽ നിന്ന് എന്തുണ്ടാവും? വെറുപ്പുണ്ടാവും. അപ്പൊ നമുക്ക് പാപകരമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യം ചെയ്യാൻ ചിന്തിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു അറപ്പ് വേണം, ഒരു വെറുപ്പ് വേണം, ഒരു അവമതി വേണം. അടുത്തതാണ് ദൈവത്തോടുള്ള നന്ദികേടിനെ കുറിച്ചുള്ള അവജ്ഞയും എളിയ മനോഭാവവും. ദൈവത്തോട് നമ്മൾ എന്തുമാത്രം നന്ദികേട് കാണിച്ചു അല്ലെ. നമ്മൾ ഫ്രാൻസിസിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഫ്രാൻസിസ് എന്താ, മരിക്കണേന്റെ സെക്കൻഡിൽ പോലും പറയാണ് അയോഗ്യ, ബലഹീന, പാപി, ലോകത്തിന്റെ പാപികളിൽ ഒന്നാമൻ. കണ്ടോ? അപ്പൊ ഇവിടെ പറയുകയാണ് ദൈവത്തോടുള്ള നന്ദികേട് നമുക്ക് എന്തുമാത്രം ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുന്നത് എന്തുമാത്രം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമായിരുന്നു. ഇത്രയധികം സ്നേഹിച്ചിട്ടും ഇത്രയധികം നമുക്ക് വേണ്ടി. അപ്പൊ നമ്മൾ പക്ഷെ എന്തുമാത്രം ഓരോ സെക്കൻഡിലും എന്തുമാത്രം നന്ദികേടാണ് നമ്മൾ ദൈവത്തോട് കാണിക്കുന്നത്. അപ്പൊ ഈ നന്ദികേടിനെ കുറിച്ചുള്ള ഒരു ബോധ്യം, ഞാൻ ദൈവത്തോട് നന്ദികേട് കാണിക്കുന്നവനാണ്. അപ്പൊ ഇവിടെ പറയാണ് നന്ദികേടിനെ കുറിച്ചുള്ള അവജ്ഞ. അതായത് നന്ദികേട്, ഞാൻ ദൈവത്തോട് നന്ദികേട് ചെയ്തല്ലോ എന്നുള്ള ബോധ്യമാണ് നന്ദികേടിനെ കുറിച്ചുള്ള അവജ്ഞ. അപ്പൊ ആദ്യം ഉണ്ടാവുന്നത് എന്താ? ഞാൻ ദൈവത്തോട് നന്ദികേട് കാണിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ്. അത് ആദ്യം ഉണ്ടാവണം. അപ്പൊ അതിൽ നിന്നാണ് ദൈവത്തെ കുറിച്ചുള്ള നന്ദികേടിനെ കുറിച്ചുള്ള ഒരു അവജ്ഞ ഉണ്ടാവണേ. മാത്രമല്ല എളിയ മനോഭാവം. പിന്നെ ഇനി ഈ നന്ദികേടിനെതിരെ നമ്മൾ ഇനി എളിമ പരിശീലിക്കുക. ദുർഗുണങ്ങളിൽ നിന്നും ഓരോ ചെറിയ തെറ്റിനെ കുറിച്ചുള്ള ഇച്ഛാശക്തിയുടെ വേർതിരിവ്. അതായത് ഇതൊരു ചെറിയ കാര്യമാണല്ലോ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായിട്ട് നശിക്കും. ഒരു ടാങ്കിൽ നിന്ന് വെള്ളം, ഞാനിപ്പോ താമസിക്കുന്ന വീട്ടില് സ്ഥലത്ത് വെള്ളം മോട്ടർ അടിച്ചിട്ട് പെട്ടെന്ന് കാലിയായി പോകുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ ഒരു ടാങ്ക് ഉപയോഗിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോ ഇതിനകത്ത് വെള്ളം മുഴുവൻ വൈകുന്നേരം അടിച്ചിടുന്നു. പിറ്റേ ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് അത് 1-2 പ്രാവശ്യം ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ വെള്ളം തീർന്നു പോകുന്നു. അപ്പൊ ഇത് എന്താ പ്രശ്നം? ഞാൻ മൊത്തം നോക്കിയിട്ട് ടാപ്പിലൊന്നും ലീക്കോ അങ്ങനെയൊന്നും കണ്ടില്ല. ഞാൻ അവസാനം മുകളിൽ പോയി ടാങ്കിന്റെ പരിസരത്ത് നോക്കി. അവിടെയും പ്രത്യേകിച്ചുള്ള ലീക്കൊന്നും കാണുന്നില്ല. പക്ഷെ പിന്നീട് പുറകിൽ സൈഡിൽ കൂടെ ഒക്കെ നടന്നു നോക്കിയപ്പോഴാണ് പുറത്തൊരു ടാപ്പ് ഉണ്ട്, അതിൽ നിന്ന് നൂല് പോലെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് അത് കാലിയായി പോകുന്നത്. ഇതുപോലെ അതുകൊണ്ടാണ് പ്രഭാഷകൻ പറഞ്ഞത്, നമ്മൾ ചെറുതെന്ന് വിചാരിച്ചാൽ കുറച്ചേശല്ലേ വെള്ളം പോകുന്നുള്ളൂ. വലിയൊരു ടാപ്പിൽ നിന്ന് പോകുന്ന പോലെ നിറയാന്ന് പോകുന്നില്ലല്ലോ. പക്ഷേ അത് മതി ഒരു 12 മണിക്കൂറോ 15 മണിക്കൂറോ പോയി കഴിഞ്ഞാൽ ടാങ്ക് കാലിയാവാൻ. അപ്പൊ അതാണ് പ്രഭാഷണ പുസ്തകം. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായിട്ട് നശിക്കും. അവന് നാശം ഉറപ്പാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തെറ്റായി കുറിച്ചുള്ള ഇച്ഛാശക്തിയെ കുറിച്ചുള്ള വേർതിരിവ്. ദുർഗുണങ്ങളിൽ നിന്ന് ഓരോ ചെറിയ തെറ്റിനെ കുറിച്ചുള്ള ഇച്ഛാശക്തി. നമ്മളിതൊരു ചെറുതാണല്ലോ എന്ന് കരുതി അവഗണിക്കരുത്. ചെറിയ തെറ്റാണെങ്കിലും അതിനെക്കുറിച്ചുള്ള ഇച്ഛാശക്തിയോടെയുള്ള വേർതിരിവ് വേണം. ഇത് തെറ്റാണെന്നുള്ള ബോധ്യം. ഇനി അതിൽ അനുവദനീയമായിട്ടുള്ളതാണെങ്കിലും പാപത്തിലേക്ക് നയിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നുള്ള അകൽച്ച പാലിക്കൽ. നമുക്കെല്ലാം ഉള്ള ഒരു പ്രശ്നമാണ് ഇന്ദ്രിയ സുഖം, കാഴ്ചയുടെ സുഖം അല്ലെ. കാഴ്ചയുടെ സുഖം, ഇന്ദ്രിയ സുഖം. കണ്ണ്, ഈശോ പറയാണ്, കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ഉള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. ഇന്ദ്രിയങ്ങൾ ഏതാ? പഞ്ചേന്ദ്രിയങ്ങൾ. നമ്മൾ ഏതാ ഇന്ദ്രിയങ്ങൾ? നമ്മള് ഇൻപുട്ട് സ്വീകരിക്കുന്ന അവയവങ്ങളെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടറിന്റെ നമ്മൾ അതിനെ ഏതൊക്കെ
അതിന്റെ ഭാഗങ്ങൾ എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലൊരു ഇൻപുട്ട് ഉണ്ട്. ഇൻപുട്ട്, അതിന്റെ എന്താണ് ഇൻപുട്ട്? കീബോർഡ്. അത് കീബോർഡിൽ കൂടെയാണ് നമ്മൾ ഒരാശയം കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഇട്ട് കൊടുക്കുന്നത്. അതാണ് ഇൻപുട്ട്. അപ്പൊ കീബോർഡ് ഇൻപുട്ടാണ്, അല്ലെങ്കിൽ മൗസ് ഇൻപുട്ടാണ്, മൈക്രോഫോൺ ഇൻപുട്ടാണ്. പക്ഷെ അതിന് പിന്നെ ഒരു പ്രോസസിങ് യൂണിറ്റ് ഉണ്ട്. ഈ പ്രോസസിങ് യൂണിറ്റ് ആണ് CPU, സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ് തന്നെ അതിന്റെ പേര്. പിന്നെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഔട്ട്പുട്ട് എന്താ? സ്പീക്കർ ഉണ്ടാവാം, സ്ക്രീൻ ഉണ്ടാവാം, അല്ലെ നമ്മൾ കാണുന്ന മോണിറ്റർ അല്ലെങ്കിൽ പ്രിന്റർ, ഇതൊക്കെ ഔട്ട്പുട്ടാണ്. എന്നതുപോലെ ഒരു മനുഷ്യന് ഇതുപോലെ തന്നെയാണ്. ഇതിന് ഇൻപുട്ടും ഉണ്ട്, പ്രോസസിങ് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോ എന്താ ഇൻപുട്ട്? ഒരു മനുഷ്യനിലേക്ക് പുറമേ നിന്നുള്ള കാര്യങ്ങൾ ഇവന്റെ ഉള്ളിലേക്ക് പ്രോസസിങ് യൂണിറ്റിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന, അതിനെ സ്വീകരിക്കുന്ന, അതായത് പുറമേ നിന്നൊരു കാര്യം ഇൻപുട്ടായിട്ട് സ്വീകരിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ഇന്ദ്രിയങ്ങൾ. അതിനെ വിളിക്കുന്ന പേര് ഇന്ദ്രിയം. അപ്പൊ ഒന്നാമത്തെ ഇൻപുട്ടാണ് കണ്ണ്. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് റോഡ് സൈഡിലുള്ള ഇപ്പൊ ഞങ്ങൾ ചെറുപ്പക്കാരോടൊക്കെ പറയുവാണെങ്കിൽ, റോട്ടിൽ കൂടെ ഇതാ ഒരു സുന്ദരിയായ പെൺകുട്ടി നടന്നു പോകുന്നു. ചേച്ചിമാരൊക്കെ ഇങ്ങനെ അനുവദനീയമാണ്. അത് ഒരുപക്ഷെ പാപമല്ല, പാപമാണെന്ന് നമ്മൾ മാരകമായ പാപമാണെന്ന് കരുതരുത്. അത് അനുവദനീയമാണ്. പക്ഷേ അതിനെങ്ങനെ നിയന്ത്രിക്കണം? ഇപ്പൊ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ ഒരു നല്ല ഇപ്പൊ ഒരു ചെറുക്കനും പെണ്ണും കൂടെ നടന്നു പോകാൻ നോക്കി, ഒരു ഭാര്യ ഭർത്താവും കൂടെ നടന്നു പോകണം. ഒരു യുവാവായ ഭാര്യ ഭർത്താക്കന്മാര് നടന്നു പോകണം. ഒരു 10-25 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണും, അല്ലെങ്കിൽ 10-30 വയസ്സ് പ്രായമുള്ള പെണ്ണും, ഒരു 10-35 വയസ്സ് പ്രായമുള്ള ഒരു ചേട്ടനും, ഭാര്യയും ഭർത്താവും കൂടെ നടന്നു പോകുന്നു. ഇവർ നടന്നു പോകുന്ന സമയത്ത് എതിർ ദിശയിൽ നിന്ന് ഒരു സുന്ദരിയായ സ്ത്രീ വരുന്നു. അവള് നല്ല പളുവെളുത്ത, നല്ല മനോഹരമായ തിളങ്ങുന്ന പട്ടുസാരി, ഒരു 10-20,000 രൂപ വില മതിക്കുന്ന ഒരു പട്ടുസാരി ഉടുത്തിരിക്കുന്നു. അവളുടെ കഴുത്തിൽ നല്ല സ്വർണ്ണാഭരണങ്ങൾ കിടപ്പുണ്ട്. കമ്മലുണ്ട്, നല്ല ഡയമണ്ടിന്റെ, അല്ലെങ്കിൽ ഏതാണോ അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച്, ഇപ്പൊ ന്യൂജൻ ട്രെൻഡ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച്, നിങ്ങൾ ഓൾഡ് ജനറേഷൻ ആണെങ്കിൽ ഓൾഡ് ജനറേഷന്റെ ട്രെൻഡ് അനുസരിച്ചുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നു. സുന്ദരിയാണ് പെണ്ണ്, അല്ല അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി. അത് എതിർദിശയിൽ നടന്നു വരിക. അപ്പോഴാണ് ഈ രണ്ടുപേര്, ചെറുക്കനും പെണ്ണും കൂടെ നടന്നു പോകുന്നത്. അതിൽ പുരുഷൻ ആദ്യമായി അട്രാക്ട് ചെയ്യപ്പെടുന്നത് എന്തായിരിക്കും അറിയോ? പുരുഷൻ ആദ്യം അട്രാക്ട് ചെയ്യുന്നത് അവളുടെ സൗന്ദര്യത്തെയോ അല്ലെങ്കിൽ അവളുടെ ശരീരത്തെയോ ഒക്കെ ആയിരിക്കും. എന്നാൽ സ്ത്രീ ആദ്യം അട്രാക്ട് ചെയ്യുന്നത് അവളുടെ സൗന്ദര്യമോ അവളുടെ കയ്യോ കാലോ കണ്ണോ മൂക്കോ വായോ എന്തെങ്കിലും ആണോ? അല്ല. സ്ത്രീ ആദ്യം അട്രാക്ട് ചെയ്യുന്നത് എന്താണ്? ആ സ്വർണ്ണമാല, ആ നല്ല പളുവെളുത്ത 10-20,000 റുപ്യ വിലയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ 20,000 അല്ല, 1,00,000 രൂപ വിലയുള്ള സാരിയൊക്കെ ഉണ്ടെന്നാ കേൾക്കണം, എനിക്കറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള സാരിയും സംഭവങ്ങളൊക്കെ ആയിരിക്കും അവർ ആദ്യം അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പോകുന്ന വഴിക്ക് മനുഷ്യനായി പോയില്ലേ, കണ്ണുണ്ടായി പോയില്ലേ, ഈ കണ്ണുകൊണ്ട് അറിയാതെ ഇത് കാണുമല്ലോ. അതിപ്പോ ഞാൻ പോയാലും സിസ്റ്റർ പോയാലും അച്ഛൻ പോയാലും ഒരു പെണ്ണ് അതിൽ നടന്നു വന്ന കണ്ടു പോവുമല്ലോ. ഈ കണ്ടു പോകുന്ന പാപമല്ല, കാണുന്ന പാപമല്ല. പക്ഷേ ഈ കാഴ്ച എന്നെ സ്വാധീനിച്ചു എങ്കിൽ അവിടെയാണ് ഇന്ദ്രിയ സുഖം എന്ന് പറയുന്നത്. ഇതാണ് ഇൻപുട്ടാണ്, ഇൻപുട്ട്. ഞാൻ അറിയാതെ റോട്ടിൽ കൂടെ നടന്നപ്പോ ഒരു പെണ്ണ് അടിപൊളിയായിട്ട് നടന്നു പോണു. ഞങ്ങള് ആമ്പിള്ളേരുടെ ഭാഷയിൽ നല്ല ഒരു ആറ്റം ഐറ്റ അല്ലെങ്കിൽ ചരക്ക് എന്നൊക്കെ പറയും. പച്ചനെ പറയുന്നത് നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ഒരു ഐറ്റം ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാനൊന്ന് നോക്കി. നോർമലി എനിക്ക് കണ്ടു, നോ പ്രോബ്ലം. പക്ഷേ ആ ഒരു വ്യക്തി വരുന്നത് കണ്ടിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ നോക്കിയാൽ അവിടെയാണ് ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ പ്രസക്തി. അതിപ്പോ ഞങ്ങൾ ഈ ചെറുപ്പക്കാരാണ്, ഈ പെണ്ണിന്റെ സൗന്ദര്യമായിരിക്കും, അല്ലെങ്കിൽ അവർ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. നിങ്ങൾ മുതിർന്നവരാണെങ്കിൽ, ചിലപ്പോൾ സ്ത്രീകളാണെങ്കിൽ സ്വർണ്ണ ആയിരിക്കും, എന്തോ ആവട്ടെ. ഇവിടെയാണ് ദൈവം അഫ്ഗാനിസ്ഥാൻ പറയുന്നത്, അനുവദനീയമായിട്ടുള്ളതാണെങ്കിലും പാപത്തിലേക്ക് നയിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നുള്ള അകൽച്ച പാലിക്കൽ. ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ കണ്ണ് മാത്രമല്ല, ഇൻപുട്ടായിട്ട് അകത്തേക്ക് വരുന്നത് പിന്നെ വേറെ ഏതാ? ചെവി, അല്ലേ? ഇന്ദ്രിയമാണ്. പിന്നെന്താ ഇന്ദ്രിയമുള്ള? സ്കിന്ന്, ശ്വസനം, മൂക്ക്, ത്വക്ക്,
നാവ് എങ്ങനെ ഇന്ദ്രിയാവുന്ന? ടേസ്റ്റ് അറിയാം. സംസാരിക്കാൻ പറ്റുന്നോണ്ടല്ല, ടേസ്റ്റ് അറിയാം. ഇൻപുട്ടാണ്. മധുരമാണോ പുളിയാണോ കയ്പാണോ എരിവാണോ എന്ന് അറിയുന്നത് നാവാണ്. അതുകൊണ്ടാണ് നാവ് ഇന്ദ്രിയമാവുന്നത്. ചെവി കേൾവി. പിന്നെന്താ? സ്കിന്ന് ടച്ച് മനസ്സിലാവുകയാണ്, സ്പർശനം. അപ്പൊ നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ പറഞ്ഞതാണ് ഇന്ദ്രിയങ്ങൾ. അത് ഇത് ഇൻപുട്ടാണ്. ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഈ 5 ഇന്ദ്രിയമുള്ളൂ മനുഷ്യനറിയാൻ. കണ്ണിൽ കൂടെ കാണാൻ പറ്റും, ചെവി കൂടെ കേൾക്കാൻ പറ്റും, മൂക്കിൽ കൂടെ ശ്വസിക്കാൻ പറ്റും, നാവിൽ കൂടെ ടേസ്റ്റ് അറിയാൻ പറ്റും, സ്കിന്നിൽ കൂടെ ടച്ച് അറിയാൻ പറ്റും. ഈ 5 ഇന്ദ്രിയമുള്ളൂ. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ പ്രവേശിക്കുന്നതാണ് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നത്. പിന്നെ അവന്റെ ഹൃദയം അതാണ് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോസസിങ് യൂണിറ്റ് ഹാർട്ടാണ്, ഹൃദയമാണ്. ഹാർട്ടല്ല, ഹൃദയം, മൈൻഡാണ്. മൈൻഡ് എന്ന പ്രോസസിങ് യൂണിറ്റ് പ്രോസസ് ചെയ്യും. അവിടെയാണ് പകാനിസം പറയുന്നത് പാപത്തിലേക്ക് നയിക്കുന്ന ഇന്ദ്രിയ, പാപമല്ല അത്, പക്ഷെ പാപത്തിലേക്ക് നയിക്കും. ഈ സ്വർണം കാണുമ്പോ ഒരു അട്രാക്ഷൻ തോന്നി, അവിടെ ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ ആവശ്യം അവിടെയാണ് പ്രസക്തി. സൗന്ദര്യം കാണുമ്പോ ഒരു അട്രാക്ഷൻ തോന്നി, ആ ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ പ്രസക്തി അവിടെയാണ്. ഇനി വീണ്ടും അടുത്തത്, ഹൃദയം കൊണ്ട് ദൈവത്തിലേക്കുള്ള മാനസാന്തരവും അവിടെ നിന്നുമായുള്ള ഐക്യത്തിൽ സൃഷ്ടികളുടെ ആഗ്രഹത്തിൽ നിന്ന് മോചനം നേടാനും എല്ലാ ആശ്രയ സൃഷ്ടാവിൽ, അതായത് സൃഷ്ടിയല്ല, സൃഷ്ടാവിനാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ പലപ്പോഴും സൃഷ്ടിയാണ് നോക്കുന്നത്. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടികളായിട്ടുള്ളത് ഭൂമി മേടിക്കണം. അല്ല, ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഈ മനുഷ്യൻ എന്തിനു വേണ്ടി ഓടണേ? ഞാൻ ചിന്തിക്കും, ഞാനിപ്പോ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു അച്ഛനുണ്ട്, ജോർജ് അച്ഛൻ. ജോർജ് അച്ഛന് കോടികളുടെ സ്വത്തുണ്ട്. പക്ഷെ ആ മനുഷ്യൻ സ്വത്ത് എന്ന് പറയുന്നത്, അച്ഛൻ വിദേശത്ത് ജർമ്മനിയിലായിരുന്നു വർഷങ്ങളോളം. നാട്ടിൽ വന്ന അച്ഛൻ കുറെ പ്രോപ്പർട്ടി മേടിച്ചു. അത് പാവപ്പെട്ട ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ആ പ്രോപ്പർട്ടി, അതിനോട് ചേർന്നുള്ള സ്ഥാപനങ്ങളെല്ലാം. അപ്പൊ അവിടെ അച്ഛന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചാരിറ്റി സെന്റർ ഉണ്ട്, മേരി മാതാ ചാരിറ്റി സെന്റർ. നിങ്ങളുടെ പഴയ തുണി സാധനങ്ങൾ എന്ത് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗശൂന്യമായ ഉപയോഗിച്ചു വെച്ചാൽ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ എന്തെങ്കിലും സാധ്യതയുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ അച്ഛൻ അത് വൃത്തിയാക്കി അതെന്ത് ചെയ്യും? അച്ഛനത് ഒരു ചെറിയ 20 രൂപ 50 രൂപ 30 രൂപയൊക്കെ വിലയിട്ട് ആൾക്കാർക്ക് കൊടുക്കും. ആളുകൾ വന്ന് പാവപ്പെട്ട മനുഷ്യർക്ക് ചില വലിയ തുണിത്തരങ്ങൾ മേടിക്കാൻ പൈസ ഉണ്ടാവില്ല അവർക്ക്. അപ്പൊ ചെറിയ പൈസക്ക് കുറെ തുണി, ഞാൻ ഇട്ടിരിക്കുന്ന ഈ സാധനം ആരോ ഉപയോഗിച്ച് കളഞ്ഞതാണ്, ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇട്ടതാണ്, ഇതിന് എത്ര 20 രൂപ 30 രൂപ കൊടുത്ത് ഞാൻ മേടിച്ചതാണ് അച്ഛൻ്റെ അടുത്ത് നിന്ന്. അപ്പോ ഇങ്ങനെ ആ 20 രൂപ 30 രൂപയും കൊണ്ട് എന്ത് ചെയ്യും? അച്ഛൻ പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം ഉണ്ടാക്കി. അച്ഛനിപ്പോ 79 വയസ്സായി. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് പറയാണ്, നമ്മൾ ചെയ്യുന്ന എന്റെ സ്വത്ത് വെച്ച് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടു, ഞാൻ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ അനേക മനുഷ്യർക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുക. 79-80 വയസ്സായി. പക്ഷെ എനിക്ക് ഈ സ്വത്തിന്റെ ആവശ്യം എന്താ? ഞാൻ എന്തിനു വേണ്ടി? അച്ഛൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ മുഴുവൻ ഇങ്ങനത്തെയാണ്. പണമുണ്ട്, എനിക്ക് വേണം. അച്ഛന്റെ എല്ലാ പ്രോപ്പർട്ടിയും എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടു 10, 50, 60 കോടിയുടെ ആസ്തിയുണ്ട് പുള്ളിക്ക്. പക്ഷെ ഇത് മുഴുവൻ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, എന്താ പറയാ, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക. പക്ഷെ ഇത് എന്തിനാ നമുക്ക് ഇതിന് ആവശ്യത്തിലധികം? നമുക്ക് ജീവിക്കാനുള്ളതുണ്ടല്ലോ. ഇവിടെ നോക്കിക്കേ, നമുക്ക് ആവശ്യത്തിലധികം ഹൃദയം കൊണ്ട് ദൈവത്തിലേക്കുള്ള മാനസാന്തരം എന്ന് പറയുന്നത് സൃഷ്ടാവിനെ ശ്രദ്ധിക്കാതെ സൃഷ്ടിയിലേക്കുള്ള ആഗ്രഹം, കുറെ ഭൂമി വാങ്ങിക്കൂട്ടുക, അല്ലെങ്കിൽ കുറെ നല്ല നമുക്ക് വീടുണ്ട്. ഞാനിപ്പോ നാട്ടിലൊക്കെ നോക്കുമ്പോ കാണുന്നത് പടുകൂറ്റൻ ബംഗ്ലാവുകൾ. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇത്ര ചൂട് കൂടുന്നു എന്ന് ചിന്തിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ്. ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളിൽ 30% ബിൽഡിങ്ങുകളും കൂട്ടിക്കിടക്കുക, അല്ലെങ്കിൽ ഒരു 20% ബിൽഡിങ്ങുകളും കൂട്ടിക്കിടക്കുക, അടച്ചുകിടക്കുക. ആരും ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ? ഈ യൂറോപ്പിലും അമേരിക്കയിലും UK-യിലും ഒക്കെയുള്ള ആൾക്കാർ നാട്ടിൽ വന്ന് 3, 4, 5 കോടി രൂപ മുടക്കി വീട് വന്നിട്ടിരിക്കുക, എന്നിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത്. എന്തിനാ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കി കൂട്ടുന്നത്? കാരണം നമ്മുടെ കണ്ട് ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? അതിങ്ങനെ ചെല്ലും പൊടിയും പിടിച്ച് കിടക്കും, മാസത്തിൽ ആരും വന്ന് ക്ലീൻ ചെയ്യും. ഇത് തന്നെ അവസ്ഥ. എന്തിനാ ഇത് ഉണ്ടാക്കുന്നേ? നമ്മുടെ ശ്രദ്ധ പലപ്പോഴും സൃഷ്ടാവിൽ നിന്ന് അകന്ന് സൃഷ്ടിയിലേക്ക് പോകുന്നു. വീണ്ടും ക്രിസ്തീയ പുണ്യങ്ങളുള്ള അഭിനിവേശവും അവയുടെ പരിശീലനം. ക്രിസ്തീയ പുണ്യങ്ങൾ എന്താ? പുണ്യങ്ങൾ നമ്മൾ പുണ്യങ്ങൾ പരിശീലിക്കണം. ക്രിസ്തീയ പുണ്യങ്ങൾ പരിശീലിക്കണം. ദാനധർമ്മം ചെയ്യാൻ പഠിക്കണം. പാവപ്പെട്ടവരെ സ്നേഹിക്കണം. കാരണം ബൈബിൾ പഠിപ്പിക്കുന്ന പുണ്യങ്ങൾ എന്ന് പറയുന്നത് അതാ. മറ്റുള്ളവനെ കാണുമ്പോ അവനെ മാറോട് ചേർക്കാൻ, നമ്മുടെ സ്നേഹ വലയത്തിൽ നിന്ന് വെളിയിലുള്ളവനെ ചേർത്ത് പിടിക്കാൻ, അർഹതപ്പെട്ടവന് നൽകാൻ,
ഇതാണ് ഈശോ പഠിപ്പിച്ച പുണ്യങ്ങൾ. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് തന്നെ അനുഗമിക്കാൻ വരുന്നവരോട് കർശനമായിട്ട് പറഞ്ഞു, നിനക്ക് സ്വത്തുണ്ടെങ്കിൽ അത് വിറ്റ് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തതിന് ശേഷം മാത്രം നീ ഒന്ന് തന്നെ അനുഗമിക്കുക. അപ്പോ ഇത്തരം കാര്യങ്ങൾ അച്ഛൻ പറയാണ്, ഇത്തരം കാര്യങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ ചെറിയ സമയങ്ങളിൽ പോലും പല പ്രാവശ്യം ഒഴിവാക്കാൻ പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പരിശീലിച്ച് നമ്മൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി ക്രിസ്തുവിനെ കൂടുതലായിട്ട് നേടാൻ ശ്രമിക്കുക. ബാക്കി വായിച്ചേ. ഇത്തരം ഭാഗ്യമായ കാര്യങ്ങൾ പ്രവൃത്തികൾ ആന്തരികമായ പ്രവൃത്തികൾക്ക് പുറമെ അനുയോജ്യമായ ബാഹ്യമായ പ്രവൃത്തികളും ആന്തരിക പ്രവൃത്തികൾ നൽകുന്ന പ്രചോദനങ്ങൾ അനുസരിച്ച് പുണ്യങ്ങളെ ആഗ്രഹിക്കുകയും ചെയ്യണം. അങ്ങനെ ഉപവാസങ്ങളും ജാഗരണങ്ങളും മറ്റ് പ്രായശ്ചിത്ത പ്രവൃത്തികളും ഒരുക്കത്തോടെ ഫലപ്രദമായി പരിശീലിക്കണം. പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ആന്തരിക പ്രവൃത്തികൾ, നമ്മൾ പുണ്യങ്ങളെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യണം. അതോടൊപ്പം എന്ത് ചെയ്യണം? ഉപവാസം, ജാഗരണം, പ്രായശ്ചിത്ത പ്രവൃത്തി. പുണ്യങ്ങൾ എന്താ? അത് മറ്റുള്ളവർ നന്മ, അതിന്റെ വ്യത്യാസം മനസ്സിലാക്കിക്കോണം. പുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നത് പലപ്പോഴും മറ്റുള്ളവന്, നമ്മുടെ സഹ സൃഷ്ടിക്ക്, മറ്റുള്ള ഒരു വ്യക്തിക്ക് നന്മ ചെയ്യുന്നതിനാണ് പുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത്. അത് പരിശീലിക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, പുണ്യങ്ങൾ. നമ്മൾ ദാനധർമ്മം ചെയ്യുക, മറ്റുള്ള ആരാണോ നമ്മുടെ സ്നേഹ വലയത്തിന് വെളിയിലുള്ളത് അവനെ ചേർത്ത് പിടിക്കുക. അതാണ് പുണ്യങ്ങളുടെ പ്രധാനം. അതോടൊപ്പം എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടതാണ് ഉപവാസം, ജാഗരണം, മറ്റ് പ്രായശ്ചിത്ത പ്രവർത്തികൾ. ഇത് നമ്മുടെ ആത്മാവിനുള്ളതാണ്. അപ്പൊ രണ്ട് കാര്യം. ഒന്ന് പുണ്യപ്രവൃത്തി, അത് അപരന് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റേത് നമ്മുടെ ശരീരത്തിനെതിരായ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അത് രണ്ടും പരിശീലിക്കണം. ഓക്കെ, അടുത്ത് വായിച്ചോ. പരിത്യാഗ പ്രവൃത്തികളുടെ പരിശീലനം. ഇത്തരം പ്രത്യേക പരിശീലനങ്ങളുടെയും പ്രബോധനങ്ങളുടെയും ഫലമായി നമ്മിൽ സംഭവിക്കുന്നത് ഒന്നുകിൽ തിന്മയോടുള്ള ആഭിമുഖ്യമോ അല്ലെങ്കിൽ പുണ്യത്തോടുള്ള വിമുഖതയോ ആയിരിക്കും. തിന്മയിലേക്ക് സ്വാധീനിക്കുന്നവ മിക്കവാറും ആസ്വാദ്യകരവും ഇന്ദ്രിയസുഖം തരുന്നതും എളുപ്പവും എന്നാൽ പുണ്യങ്ങളിലേക്ക് നമ്മെ വളർത്തുന്നവയാണെങ്കിൽ അവ അല്പം കഠിനവും ഇന്ദ്രിയങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയതുമായിരിക്കും. എന്തു തന്നെ ആയാലും അതിനെ ബുദ്ധിയുടെ തലത്തിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ലക്ഷ്യത്തെ പരിശോധിച്ച് അതിൻ്റെ നേട്ടങ്ങളും അത് പുറപ്പെടുവിക്കുന്ന നാശങ്ങളും പരിഗണിക്കണം. നമ്മുടെ ഒരു നല്ല പ്രവൃത്തിയിലൂടെ ദൈവഹിതമനുസരിച്ച് അതിലൂടെ നമുക്ക് ലഭിക്കാവുന്ന വിലയേറിയ ഫലങ്ങളെക്കുറിച്ചും ദൈവിക പുണ്യങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കണം. നമ്മുടെ ചിന്തകളിലും നമ്മുടെ ഇച്ഛാശക്തിയിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പര്യാലോചിക്കുകയും തിന്മയിൽ നിന്ന് വരുന്നവയെ ശക്തമായി നമ്മിൽ നിന്ന് അകറ്റിക്കളയുകയും വേണം. എല്ലാറ്റിനുപരിയായി യഥാർത്ഥമായ നന്മയായതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവയെ ശക്തിയോടെ പിന്തുടരുകയും വേണം. അവ നമ്മെ ദൈവപുത്രൻ്റെയും മാലാഖമാരുടെയും സുഹൃത്തുക്കളും ദൈവഹിതത്തിന് അനുകൂലരും യേശുക്രിസ്തുവിൻ്റെ അനുയായികളുമാക്കും. നോക്കിക്കേ, അതിന്റെ തിന്മയിലേക്ക് സ്വാധീനിക്കുന്നവ മിക്കവാറും അതൊന്ന് ശ്രദ്ധിച്ചു ഒന്ന് വായിച്ചു നോക്കിക്കേ. തിന്മയിലേക്ക് സ്വാധീനിക്കുന്നവ മിക്കവാറും ആസ്വാദ്യകരവും പിന്നെന്താണ്? ഇന്ദ്രിയ സുഖം. അത് ശ്രദ്ധിക്കണേ നിങ്ങൾ. അത് ഞാൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനകത്തേക്ക് തന്നെ നോക്കണം, എന്നാലേ നമുക്കത് കൃത്യം മനസ്സിലാവുള്ളൂ. തിന്മയിലേക്ക് സ്വാധീനിക്കുന്ന, അതായത് തിന്മയിലേക്ക് നമുക്ക് ആകർഷണം നൽകുന്ന കാര്യങ്ങൾ മിക്കവാറും ആസ്വാദ്യകരമായിരിക്കും. ഇന്ദ്രിയ സുഖം, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ദ്രിയത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖത്തിൽ നിന്നുള്ള പരിത്യക്തമായി നിൽക്കുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളെ വേണ്ടെന്ന് വെക്കുക. പക്ഷേ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുടെ പ്രത്യേകത ആസ്വാദ്യമാണ്. നമ്മുടെ ഈ ആസ്വാദ്യം എന്നുള്ള വാക്ക് ബൈബിളിൽ ആദ്യം കാണുന്നത് എവിടെയാ? ഹൗവ പാപം ചെയ്തപ്പോ, അല്ലെ? ഹൗവ പാപം ചെയ്ത് എന്തുകൊണ്ടാണ് ആ പഴം കണ്ടപ്പോ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അത് ആസ്വാദ്യം എന്ന് കണ്ടിട്ടാണ്. അറിവേഗം പറ്റുന്നത് അഭികാമ്യ, ആസ്വാദ്യം, പിന്നെ കണ്ണിന് കൗതുകം. ഇത് കണ്ട ഈ മൂന്ന് കാരണങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, തിന്മയിലേക്ക് സ്വാധീനിക്കുന്ന മിക്കവാറും ആസ്വാദ്യവും ഇന്ദ്രിയ സുഖം നൽകുന്നതും പിന്നെന്താ? എളുപ്പവുമായിരിക്കും. വളരെ ഈസിയാണ് അത് ചെയ്യാൻ, ഒരു ബുദ്ധിമുട്ടുമില്ല, അല്ലെ? എളുപ്പവുമായിരിക്കും. എന്നാൽ പുണ്യങ്ങളിലേക്ക് നയിക്കുന്നവയാണെങ്കിൽ അവ
കഠിനവും ഇന്ദ്രിയങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയതുമാണ്. നോക്കിക്കേ, പാപത്തിലേക്ക് നയിക്കുന്നവ ആസ്വാദ്യമാണ്, ഇന്ദ്രിയ സുഖം തരുന്നതാണ്, എളുപ്പമാണ്. നമ്മൾ എളുപ്പത്തിന്റെ പിന്നാലെ പോണേ. എന്നാൽ നന്മയിലേക്ക് നയിക്കുന്നവയാണെങ്കിലോ അത് കഠിനമാണ്, ഇന്ദ്രിയങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയതാണ്. വീണ്ടും പറയാണ്, നമ്മുടെ ചിന്തകളിലും നമ്മുടെ ഇച്ഛാശക്തിയിലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പര്യാലോചിക്കുകയും തിന്മയിൽ നിന്ന് വരുന്നവയെ ശക്തമായി നമ്മിൽ നിന്ന് അകറ്റിക്കളയുകയും ചെയ്യണം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഭാവനയിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ഇച്ഛാശക്തിയിൽ വരുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യതയിൽ പര്യാലോചന നടത്തണം. ഇത് ശരിയാണോ? എനിക്കിപ്പോ ഇതിന്റെ ആവശ്യമുണ്ടോ? ഒരാളുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല കണ്ട് അതുപോലെ ഒരെണ്ണം കൂടെ മേടിക്കണമെന്ന് മനസ്സിൽ ചിന്ത വരുമ്പോ തന്നെ പറയണം, ഇത് വേണോ? അതിനെക്കുറിച്ച് ശക്തമായ രീതിയിൽ പര്യാലോചന നടത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? നന്മയിൽ നിന്ന് വരുന്നതിനെ ശക്തമായി തിന്മയിൽ നിന്ന് വരുന്നതിനെ ശക്തമായി, അത് വെറുതെ അല്ല, ഒരു സോഫ്റ്റ് ആയിട്ടല്ല, ശക്തമായി നമ്മിൽ നിന്ന് അകറ്റിക്കളയണം. അവ നമ്മെ ദൈവപുത്രന്റെയും മാലാഖമാരുടെയും സുഹൃത്തുക്കളും ദൈവഹിതത്തിന് അനുകൂലരും ക്രിസ്തുവിന്റെ അനുയായികളുമാക്കി മാറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പറയുവാണ്, അവ നമ്മെ ദൈവപുത്രന്റെയും മാലാഖമാരുടെയും സുഹൃത്തുക്കളാക്കി മാറ്റും. ദൈവഹിതത്തിന് അനുകൂലരും യേശു ക്രിസ്തുവിന്റെ അനുയായികളുമാക്കി മാറ്റും. അപ്പൊ നമ്മൾ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്നതിനെ കൃത്യമായി പര്യാലോചന നടത്തണം. ബാക്കി വായിച്ചേ. ഇത്തരം പരിശീലനങ്ങളുടെ ഉപയോഗപ്രദമായ ഫലം: ഒരു കാര്യം തന്നെ പല പ്രാവശ്യം ബുദ്ധിയിലും ഇച്ഛാശക്തിയിലും പരിശീലിക്കുന്നത് വഴി പുണ്യപ്രവൃത്തികൾ പരിശീലിക്കുന്നതിൽ ഇച്ഛാശക്തി ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവയെ കൂടുതൽ ശക്തിയോടും ധൈര്യത്തോടും കൂടെ സ്വീകരിക്കാൻ പ്രാപ്തരാക്കുന്നു. എല്ലാം വലിയ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ നിറവേറ്റാൻ തക്കവിധം കൂടുതൽ ശക്തി പ്രാപിക്കുകയും ബുദ്ധിമുട്ടേറിയതും വേദനാജനകവുമായ കാര്യങ്ങളെ സ്നേഹത്തിൻ്റെ സൗന്ദര്യത്തിലും പുണ്യത്തിലും സ്വീകരിക്കാൻ ശക്തിപ്പെടുകയും ചെയ്യുന്നു. ഈ പരിശീലനത്തിലൂടെ എളുപ്പത്തിലും വേഗത്തിലും പാപത്തിലൂടെ വന്ന നാശത്തെ ഇല്ലാതാക്കുവാനും ക്രിസ്തീയ പുണ്യ പരിശീലനത്തിനും ആത്മീയ ജീവിത പുരോഗതിക്കുമുള്ള എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റാനും സഹായിക്കും. അപ്പൊ നോക്കിക്കോ, ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് നാളെ തന്നെ പോയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ പരിശീലിക്കണം. ഓരോ കാര്യങ്ങളും ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം ബുദ്ധിയിലും ഇച്ഛാശക്തിയിലും പരിശീലിക്കുന്നത് വഴി പുണ്യപ്രവർത്തികൾ പരിശീലിക്കുന്നതിനായി ഇച്ഛാശക്തി ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് പരിശീലിക്കണം. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് പല പ്രാവശ്യം ബുദ്ധിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് മനനം ചെയ്യണം, പുണ്യപ്രവർത്തികൾ പരിശീലിക്കണം. എന്നിട്ട് പറയാണ്, ഈ പരിശീലനത്തിലൂടെ എളുപ്പത്തിലും വേഗത്തിലും പാപത്തിലൂടെ വന്ന നാശത്തെ ഇല്ല. അപ്പൊ നമ്മള് ഇത് പരിശീലിക്കുന്നു, ഈ പുണ്യപ്രവൃത്തി പരിശീലിക്കുന്നു, ഇന്ദ്രിയ നിഗ്രഹം പരിശീലിക്കുന്നു. നമ്മൾ അതിനു മുമ്പുള്ള പാരഗ്രാഫിൽ പറഞ്ഞതുപോലെ വരുന്ന കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കുന്നു, മനനം ചെയ്യുന്നു. ഇതിപ്പോ നമ്മൾ ക്ലാസ് കേട്ട് പോകാതെ നാളെ മുതൽ ഇന്ന് കേട്ട ക്ലാസിന്റെ അടിസ്ഥാനം നാളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് നമുക്ക് ഇത് നമ്മൾ എന്തിലേക്ക് നയിക്കും? ഈ പരിശീലനത്തോടെ എളുപ്പത്തിലും വേഗത്തിലും പാപത്തിലൂടെ വന്ന നാശത്തെ ഇല്ലാതാക്കുവാനും ക്രിസ്തീയ പുണ്യ പരിശീലനത്തിനും ആത്മീയ ജീവിത പുരോഗതിക്കുള്ള എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റാനും സഹായിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എളുപ്പത്തിൽ പാപത്തിലൂടെ വന്ന നാശത്തിൽ നിന്ന് നമ്മളെ വിടുതൽ കിട്ടും. ക്രിസ്തീയ പുണ്യങ്ങൾ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റും. ഈ പാപത്തിന്റെ ഫലമായുള്ള തടസ്സങ്ങൾ എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ബാക്കി വായിച്ചേ. ജോ, നമുക്ക് സമയമായിട്ടുണ്ടല്ലോ. 30 കറക്റ്റ് 9:30 ആയുള്ളൂ. ഒരു 2 മിനിറ്റ് കൂടെ തീർക്കാം. 9:30 ഷാർപ്പായി നമുക്ക് 2 മിനിറ്റ് കൂടെ തീർക്കാം. നമ്മുടെ സ്വതന്ത്രമായ ഇച്ഛാശക്തി ദൈവത്തിന് പ്രീതികരം. തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ സ്വതന്ത്ര മനസ്സ് ഒരുപക്ഷെ നന്മയോ അല്ലെങ്കിൽ നാശമോ വരുത്തുന്നതാണെങ്കിലും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അവ വളരെ ബുദ്ധിമുട്ടുള്ളതാകയാൽ
ആയാൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലോ അല്ലാത്ത കാര്യങ്ങളിലോ അവ ചെയ്യുന്നതിനുള്ള ഒരു സ്വതസിദ്ധമായ സഹായം നമുക്ക് ലഭിക്കും. ഗൗരവമായ രോഗത്തിൽ പെട്ടിരിക്കുന്ന ഒരാൾ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രോഗം മൂലമോ അപകടം മൂലമോ നഷ്ടപ്പെടാവുന്ന ഒരവയവം വീണ്ടെടുക്കാനായി വളരെ കൈപ്പേറിയ മരുന്നുകൾ കഴിക്കുകയും സർജറിക്ക് വിധേയനാവുകയും വളരെ വേദനാജനകമായ കീമോതെറാപ്പി, റേഡിയേഷൻ മുതലായ സൗഖ്യോപാധികൾക്ക് വിധേയനാവുകയും രോഗസൗഖ്യത്തിനായി തനിക്ക് പ്രിയപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിക്കുകയും ഒട്ടും ഇഷ്ടമില്ലാത്തവ കഴിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ആത്മാവിൻ്റെ രക്ഷയ്ക്കും പൂർണ്ണതയ്ക്കും വേണ്ടി ഇന്ദ്രിയങ്ങൾക്ക് സുഖവും ആശ്വാസവും തരുന്നവയെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഉയർച്ചയ്ക്ക് ഉപകരിക്കുന്നവ എത്ര കഠിനമായതും വേദനയുളവാക്കുന്നതാണെങ്കിലും അതിനെ ആശ്ലേഷിക്കുന്നത്. ഇവ ആവശ്യമനുസരിച്ച് ദിവസത്തിൽ 1 പ്രാവശ്യമോ 3 പ്രാവശ്യമോ 10 പ്രാവശ്യമോ ആഗ്രഹിക്കുകയും പരിശീലിക്കുകയും വേണം. എത്ര പ്രാവശ്യം ഇച്ഛാശക്തി ഇത് ആഗ്രഹിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നോ അത്രയ്ക്ക് വേഗത്തിൽ ദുർഗുണങ്ങളെ നശിപ്പിക്കാനും നല്ല പുണ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കിയൊക്കെ ഗൗരവമായ രോഗങ്ങളിൽ പെടുന്ന ഒരാൾ അല്ലെ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്തുമാത്രം ത്യാഗങ്ങളാണ് ചെയ്യുന്നത് അല്ലെ. ഒരു രോഗം വന്നു, ഒരു ക്യാൻസർ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നു, നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം കാര്യം ചെയ്യുന്നു, ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം കഴിക്കുന്നു, ശരീരത്തിന് അതികഠിനമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ചോദ്യമാണ്. നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഒരു ദിവസം ഞാൻ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് ജോഗിങ്. എപ്പോഴാണ് ജോഗിങ്ങിന് പോണത്? ഈ ലൂക്ക് നടക്കുക രാവിലെ വെളുപ്പിന് 4 മണിക്ക് തുടങ്ങി. ഈ 70 വയസ്സായ അമ്മച്ചിയും ഒക്കെ നടക്കുവാ, ഡുമ്പും എന്ന് പറയുന്നു. എപ്പോഴാണ്? കൊളസ്ട്രോൾ തലയിൽ കയറിയപ്പോഴാണ്. രാവിലെ 4 മണിക്ക് കഴിഞ്ഞിട്ട് നടക്കുന്ന അത്ര സുഖമുള്ള കാര്യമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. പക്ഷെ നാളെ അല്ലെങ്കിൽ വേഗം തട്ടിപ്പോവും. ശരീരത്തിന് വേണ്ടിയാണ് ചെയ്യണേ. നമ്മള് ഇഷ്ടമുള്ള മധുരവും ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഇറച്ചി, മീൻ ഇതെല്ലാം വേണ്ടാന്ന് വെക്കുന്നത് ഈ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ആത്മാവിന് വേണ്ടി എന്ത് ചെയ്തു? എന്ത് ത്യാഗം സഹിച്ചു? ഇതൊരു ചോദ്യമാണ്. അവിടെയാണ് ഗാനീശൻ പറയുന്നത്, നമ്മൾ മാരകമായ കീമോതെറാപ്പി, റേഡിയേഷൻ മുതലായ സൗഖ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കഠിനമായ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ചിലപ്പോൾ പല പ്രാവശ്യം ദിവസത്തിൽ വെളുപ്പിന് 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് മരുന്ന് കഴിക്കുന്നവരെ എനിക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ നമ്മൾ ത്യാഗം സഹിച്ച്, അതുപോലെ തന്നെയാണ് ആത്മാവിന്റെ രക്ഷയ്ക്കും പൂർണ്ണതയ്ക്കും വേണ്ടി. ഇത് എന്തിനു വേണ്ടിയിട്ട്? ആത്മാവിന്റെ രക്ഷയ്ക്കും പൂർണ്ണതയ്ക്കും വേണ്ടിയാണ്. ഇന്ദ്രിയങ്ങൾക്ക് സുഖവും ആശ്വാസവും തരുന്നവ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാവിന്റെ ഉയർച്ചയ്ക്ക് ഉപകരിക്കുന്നവ എത്ര കഠിനമായാലും വേദനയുള്ളതാണെങ്കിലും അവയെ ആശ്ലേഷിക്കണം. അത് ദിവസത്തിൽ 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യം അത് ചെയ്യണം. അങ്ങനെ പുണ്യങ്ങൾ അഭ്യസിക്കണം. ഇത് കുറച്ചുകൂടെ മെഡിറ്റേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള വിഷയം ആയതുകൊണ്ട് നിങ്ങളതിന്ന് വായിച്ച് ഈ ചാപ്റ്റർ നിങ്ങൾ ഒന്നും കൂടെ നന്നായിട്ട് വായിച്ച് അത് മെഡിറ്റേറ്റ് ചെയ്യുക. അവസാനത്തെ നിയോഗം വായിച്ച് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ നിയോഗം വായിച്ചോളൂ. ഈ അഭ്യാസങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്ന മഹത്തായ നിയോഗത്തിനും ലക്ഷ്യത്തിനും വേണ്ടി ചെയ്താൽ അത് ആത്മാവിൽ വലിയ പൂർണ്ണതയും വലിയ ഫലങ്ങളും പുറപ്പെടുവിക്കും. ഈ അഭ്യാസങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്ന മഹത്തായ നിയോഗത്തിനും ലക്ഷ്യത്തിനും വേണ്ടി ചെയ്താൽ അത് ആത്മാവിൽ വലിയ പൂർണ്ണതയും വലിയ ഫലവും പുറപ്പെടുവിക്കും. അപ്പോ അങ്ങനെ നമുക്ക് ആത്മാവിൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറാം. നമുക്ക് അച്ഛന്റെ ആശീർവാദം സ്വീകരിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ബിജിനച്ഛൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഒരു 3-4 മിനിറ്റ് മുന്നേ വരെ ഉണ്ടായിരുന്നു. അപ്പം ഇറങ്ങിയോ? പ്രാർത്ഥിച്ചു. ഇന്ന് ലൂക്കാച്ചനുണ്ടോ? ഇല്ല, ലൂക്കാച്ചനില്ല. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഈശോയുടെ ഹൃദയത്തിന് സമർപ്പിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ ഫലം ചെയ്യാനുള്ള അഭിഷേകം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അതിശക്തമായ വലതുകരത്തിന്റെ സംരക്ഷണം നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാർപ്പാപ്പയിൽ നിന്ന് പുറപ്പെടുന്ന അനുഗ്രഹത്തിന്റെ ദൈവത്തിന്റെ കൃപ മാർപ്പാപ്പയിലൂടെ, മെത്രാൻ സമൂഹത്തിലൂടെ, വൈദിക കൂട്ടായ്മയിലൂടെ ദൈവകൃപയായി നമ്മളിലേക്ക് വരുന്നത്, അത് നമുക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധി അമ്മ മാതാവിന്റെ മധ്യസ്ഥത ചോദിച്ച് പ്രാർത്ഥിക്കാം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.